Good afternoon. Okay, Prinsha, good afternoon. Okay, Egypt Philippos, okay, good afternoon. Okay, Kripa, good afternoon. Nivya Sandosh, okay. Okay, Subhashni, Subhashni Murali, okay, എല്ലാവർക്കും good afternoon. ഇതൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആ ഓവർവ്യൂവിന്റെ പേജ് നമ്പർ ഒന്ന് പറയാമോ? ഓവർവ്യൂവിന്റെ പേജ് നമ്പർ ഒന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാമോ? ഓവർവ്യൂവിന്റെ 40 ആണ്. ഓക്കെ ഓക്കെ 40 അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത് അല്ലെ? ഓവർവ്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. അപ്പോ നമ്മൾ എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ അതിന്റെ നേച്ചർ, അതിന്റെ സ്കോപ്പ്, അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ, നമുക്ക് എങ്ങനെയാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. ഇനി ഒരു ഹെൽത്ത് ആരോഗ്യ ഭരണ തത്വങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ആരോഗ്യ ഭരണ തത്വങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദേർന്നാണ് കേട്ടോ. ദീസ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്, അതൊന്ന് തിരുത്തി എഴുതണം, ദേർന്നാക്കാം കേട്ടോ. There should be a healthy national health policy. എന്താണ്? There should be healthy national health policy. അതായത് നമ്മുടെ ഒരു രാജ്യത്തിന് അനുയോജ്യമായതും ശക്തവുമായിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയം ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. ആരോഗ്യ ഭരണ തത്വങ്ങളാണ് പറയുന്നത്. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രാവർത്തികമാക്കേണ്ട ചില തത്വങ്ങളാണ് പറയുന്നത് കേട്ടോ. കുറച്ചധികം പോയിന്റ് വളരെ ബോറിംഗ് ആണ്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പോവുക കേട്ടോ. അതങ്ങനെ തന്നെ വായിച്ചു പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പോയിന്റുകളൊക്കെ നിങ്ങൾ ആ വായിക്കുമ്പോൾ മീനിങ് മനസ്സിലാക്കി പോവുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ there should be healthy national health policy. നമ്മുടെ ഒരു രാജ്യത്തിന് അനുയോജ്യമായതും അതുപോലെ തന്നെ എന്താണ് ശക്തവുമായിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയം ഉണ്ടായിരിക്കണം. ഒരു നല്ലൊരു ആരോഗ്യ നയം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അത് ആരോഗ്യ നയം ഉണ്ടായാൽ മാത്രം പോരാ, സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. എന്താണ് സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ആരോഗ്യ നയങ്ങള് നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് ആരോഗ്യ ഭരണഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. അതായത് നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ആരോഗ്യ നയങ്ങള് ഏറ്റവും നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ശക്തമായ ഒരു ആരോഗ്യ ഭരണഘടനാ സംവിധാനം ഉണ്ടായിരിക്കണം. ഓക്കെ,
പിന്നെ മൂന്നാമത് എന്താണ് പറയുന്നത്? There should be integration of preventive and curative services at all administrative levels. എന്താണ്? There should be integration of preventive and curative services at all administrative levels. Preventive service എന്ന് പറയുന്നത് എന്താണ്? രോഗപ്രതിരോധ മാർഗങ്ങളാണ് അല്ലെ. രോഗം വരാതിരിക്കുന്നതിനുള്ള സേവനങ്ങളും രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള സേവനങ്ങളും അല്ലെ, അത് രണ്ടും എന്താണ്? ഒരുമിച്ച് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ. ഇതാണ് അവിടെ പറയുന്നത്. There should be integration of preventive and curative services at all administrative levels. അതായത് ഭരണ നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും അസുഖം വരാതെ അല്ലെ, വരാതെയുള്ള മീൻസ് പ്രിവെന്റീവ് ആയിട്ടുള്ള സേവനങ്ങളും അതുപോലെ ചികിത്സ എന്താണ് രോഗം ഭേദമാക്കുന്നതിനുള്ള സേവനങ്ങളും ഒരുമിച്ച് അല്ലെ, രണ്ടും എന്താണ്? ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. There should be integration of preventive and curative services at all administrative levels. കേട്ടോ, അതായത് ഭരണനിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും എന്ത് വേണം? അതായത് പ്രിവെന്റീവ് ആയിട്ടുള്ള സേവനങ്ങള്, രോഗം വരാതെ അല്ലെ, രോഗം വരാതെ തടയുന്നതിനുള്ള സേവനങ്ങളിലും അതുപോലെ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള സേവനങ്ങളും പരസ്പരം എന്ത് ചെയ്യണം? ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് എന്താണ്? There should be centralized directions and decentralized actions. എന്താണ്? There should be centralized directions and decentralized actions. അതായത് നമ്മൾ ഈ പറയുന്ന നിർദ്ദേശങ്ങള് അല്ലെ, നമ്മൾ ആരോഗ്യ രംഗത്ത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങള് അതെല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ആയിരിക്കണം, കേന്ദ്രീകൃതമായിരിക്കണം. അതേസമയം നമ്മൾ നടപ്പിലാക്കുമ്പോൾ അത് വികേന്ദ്രീകൃതമായിരിക്കണം. എന്ത് ഈ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. അതായത് നമ്മൾ രൂപീകരിക്കുന്ന ആരോഗ്യ നയങ്ങളുണ്ടല്ലോ, ഈ ആരോഗ്യ നയങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? സെൻട്രലൈസ്ഡ് ആയിരിക്കണം, കേന്ദ്രീകൃതമായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ എടുക്കാം അല്ലെ. ഇപ്പൊ നമുക്കറിയാം 28 സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന എല്ലാ നിയമങ്ങളുടെയും ആ ഒരു നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അവിടെ നിന്നാണ് തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വരുന്നത് അല്ലെ. ആ നിർദ്ദേശങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് ഈ പറയുന്ന ആരോഗ്യ നയങ്ങള് അല്ലെ, ആരോഗ്യ രംഗത്ത് നമ്മൾ കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങളായിക്കോട്ടെ അല്ലെ, മറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ കേന്ദ്രീകൃതമായിരിക്കണം, സെൻട്രലിൽ നിന്നായിരിക്കണം അല്ലെ, കേന്ദ്രീകൃതമായിരിക്കും വേണം. നമ്മളത് നടപ്പിലാക്കുന്നത് വികേന്ദ്രീകൃതമായിരിക്കണം. നടപ്പിലാക്കുന്നത് എങ്ങനെയായിരിക്കണം? വികേന്ദ്രീകൃതമായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മള് തീരുമാനത്തിൽ എപ്പോഴും കേന്ദ്രീകൃതമാവാം, പക്ഷെ നടപ്പിലാക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ വ്യാപിപ്പിക്കുന്ന രീതിയിൽ അല്ലെ, ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അത് നമുക്ക് ആദ്യത്തെ 4 പോയിന്റുകൾ ഒന്നുകൊണ്ടെന്ന് പറയാം. There should be healthy national health policy അല്ലെ, അതായത് ഒരു രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായതും അതുപോലെ തന്നെ ശക്തവുമായിട്ടുള്ള ഒരു ദേശീയ ആരോഗ്യ നയം ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ രൂപീകരിക്കുന്ന ആരോഗ്യ നയങ്ങള് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ശക്തമായതും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ആരോഗ്യ ഭരണഘടനാ സംവിധാനം ഉണ്ടായിരിക്കണം. മൂന്നാമത് ഭരണനിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും രോഗം വരാതിരിക്കുന്നതിനുള്ള പ്രിവെന്റീവ് സേവനങ്ങളും രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള സേവനങ്ങളും പരസ്പരം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, പിന്നെ നാലാമത് പറയുന്നത് there should be centralized directions and decentralized actions അല്ലെ. അതായത് നമ്മൾ ഈ പറയുന്ന ആരോഗ്യ രംഗവുമായിട്ട് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും അല്ലെ, എല്ലാ സജഷൻസുകളും എന്തായിരിക്കണം? സെൻട്രലൈസ്ഡ്, കേന്ദ്രീകൃതമായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? നടപ്പിലാക്കുന്നത് വികേന്ദ്രീകൃതമായിരിക്കണം അല്ലെ. നമ്മൾ എന്താണ്? അത് തീരുമാനങ്ങൾ എപ്പോഴും കേന്ദ്രീകൃതമായിരിക്കണം, പക്ഷെ അത് നടപ്പിലാക്കുന്നത് വികേന്ദ്രീകൃതം ആയിരിക്കണം. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആണോ? നിങ്ങൾക്ക് അതൊക്കെ പറയുന്നുള്ളൂ കേട്ടോ മിസ്റ്റർ. ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 4 പോയിന്റുകൾ ജസ്റ്റ് വായിച്ചു നോക്കിയേ.
അടുത്തതാണ് എന്ത് പറയുന്നത്, planned health programs should be based on priority and must meet the health requirements of people. എന്താണ്, planned health programs should be based on priority and must meet the health requirements of people. അതായത് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ആരോഗ്യ പരിപാടികള് അത് ജനങ്ങളുടെ എന്താണ് മുൻഗണനയ്ക്ക് അനുസരിച്ചായിരിക്കണം അല്ലെ, ജനങ്ങള് അല്ലെ ആളുകളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങള് നിർവഹിക്കുന്ന തരത്തിലും ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ പ്ലാനഡ് ഹെൽത്ത് പ്രോഗ്രാംസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് പീപ്പിൾ. അല്ലെ, നമ്മൾ ഈ പറയുന്ന ആരോഗ്യ പരിപാടികള് നമ്മൾ ആസൂത്രണം ചെയ്യുന്നു. നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ഹെൽത്ത് പ്രോഗ്രാംസുകളെല്ലാം തന്നെ അത് ജനങ്ങളുടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം അല്ലെ. നമ്മൾ പൊതുജനങ്ങൾക്കാണ് സേവനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അവരുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കുടെ മുൻഗണന കൊടുത്തുകൊണ്ടും അല്ലെ, ആ മുൻഗണനയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെൽത്ത് പ്രോഗ്രാംസുകൾ ആസൂത്രണം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആസൂത്രണം ചെയ്യുന്ന അങ്ങനെയുള്ള ആരോഗ്യ പരിപാടികളെല്ലാം തന്നെ അവരുടെ ആവശ്യങ്ങള് നിർവഹിക്കുന്ന തരത്തിലായിരിക്കണം. അവരുടെ ആവശ്യങ്ങള് നിർവഹിക്കുന്ന തരത്തിലായിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്തത് എന്താണ്, affirm basic health services available, accessible and acceptable to the people. എന്താണ്, affirm basic health services available, accessible and acceptable to the people. അതുപോലെ തന്നെ നമ്മൾ എല്ലാ അടിസ്ഥാന ആരോഗ്യ സേവനങ്ങളും അത് സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കത് സ്വീകാര്യമാണോ, അവർക്കത് പ്രാപ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ, ഇതാണ് പറയുന്ന affirm basic health services available, accessible and acceptable to the people. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങള് അത് അടിസ്ഥാനപരമായിട്ടുള്ള സേവനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാ ജനങ്ങൾക്കും എന്താണ് ലഭ്യമാകുന്നുണ്ടോ, സ്വീകാര്യമാകുന്നുണ്ടോ അല്ലെ, അവർക്ക് അവൈലബിൾ ആകുന്നുണ്ടോ, അവർക്ക് ആക്സസിബിൾ ആകുന്നുണ്ടോ, അവർക്ക് പ്രാപ്യമാകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിരിക്കണം. അടുത്തത് എന്താണ്, ഹെൽത്ത് കോൺഷ്യസ്നെസ് should be encouraged through health education and by providing opportunities for participation of people in the health program. Okay, എന്താണ്, health consciousness should be encouraged through health education and by providing opportunities for participation of people in the health program. അതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടും ജനങ്ങളിൽ എന്ത് ചെയ്തിരിക്കണം, ആരോഗ്യ അവബോധം വളർത്തിയെടുക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായതും അതുപോലെ സ്വീകാര്യമായതുമായ ഒരു ദേശീയ ആരോഗ്യ നയം അവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത്, നമ്മൾ രൂപീകരിക്കുന്ന ആരോഗ്യ നയങ്ങള് നടപ്പിലാക്കുന്നതിന് ശക്തവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ആരോഗ്യ ഭരണഘടനാ സംവിധാനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, രോഗം വരാതിരിക്കുന്നതിനുള്ള പ്രിവെന്റീവ് സേവനങ്ങളും രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള ക്യൂറേറ്റീവ് സേവനങ്ങളും പരസ്പരം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മൾ നടപ്പിലാക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും കേന്ദ്രീകൃതമായിരിക്കണം, അത് നടപ്പിലാക്കുന്നത് വികേന്ദ്രീകൃതമായിരിക്കണം. അതുപോലെ നമ്മൾ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ആസൂത്രണം ചെയ്യുന്നത് ജനങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചായിരിക്കണം, അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചായിരിക്കണം. ഇനി നമ്മൾ നടപ്പിലാക്കുന്ന എല്ലാ ഹെൽത്ത് പ്രോഗ്രാംസുകളും അവരുടെ ആവശ്യങ്ങള് നിറവേറ്റുന്ന തരത്തിലായിരിക്കണം. അതുപോലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ അത് ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ, അവർക്ക് ആക്സസിബിൾ ആണോ, ആക്സെപ്റ്റബിൾ ആണോ അല്ലെ, അവർക്കത് ലഭ്യമാകുന്നതായിരിക്കണം, അവർക്കത് പ്രാപ്യമാകുന്നുണ്ടോ, അവർക്ക് സ്വീകാര്യത ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ നിങ്ങള് ക്വാളിറ്റി മാനേജ്മെന്റ് ആ ഒരു ചാപ്റ്റർ നിങ്ങളുടെ പഠിച്ചു കഴിഞ്ഞോ? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞോ? നിങ്ങളുടെ ചെയ്യോ ക്വാളിറ്റി മാനേജ്മെന്റ്? ആരുമില്ലേ ക്ലാസ്സില്? എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് പോയോ ക്ലാസ്സിൽ നിന്ന്? ഞാൻ ചോദിക്കുന്നതിന് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യാമോ? ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിരുന്നോ?
ഇല്ല, പഠിച്ചിട്ടില്ല. ഓക്കെ. അത് വരാൻ പോകുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആരോഗ്യം എടുത്തിട്ടില്ല. ഓക്കെ, ആരോഗ്യ സേവനങ്ങള് സാധാരണ ആളുകൾക്ക് ആക്സസബിൾ ആണ്. അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് വരെ അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും അത് എന്തായിരിക്കണം, സ്വീകാര്യമായിരിക്കണം, അല്ലെ? എന്ന് വെച്ചാൽ നമ്മള് ചില സേവനങ്ങൾ അവരുടെ വിശ്വാസങ്ങൾക്ക്, അവരുടെ സംസ്കാരങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം. അങ്ങനെയുണ്ട്. എങ്കിൽ മാത്രമാണ് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് സർവീസസ്, ആരോഗ്യ സേവനങ്ങള് അത് എല്ലാ ആളുകൾക്കും ലഭ്യമാകുന്നുണ്ടോ, സ്വീകാര്യമാകുന്നുണ്ടോ, ആക്സസബിൾ ആകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെന്താ പറയുന്നത്, ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പരിപാടികളില് പങ്കെടുത്തുകൊണ്ടും എന്ത് ചെയ്യാം, ജനങ്ങളില് ആരോഗ്യ അവബോധം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഹെൽത്ത് കോൺഷ്യസ്നെസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ബൈ പ്രൊവൈഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം. കേട്ടോ, അതായത് ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങള്, അല്ലെ, അവസരങ്ങൾ നൽകിക്കൊണ്ട് എന്ത് ചെയ്യണം, ഹെൽത്ത് കോൺഷ്യസ്നെസ്, ജനങ്ങൾക്കിടയിലുള്ള ആരോഗ്യ അവബോധം എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാല്, ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻസ് ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ ദ പീപ്പിൾ. അല്ലെ, ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻസ് ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ ദ പീപ്പിൾ. അതുപോലെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേവലം ചികിത്സകള് നൽകുന്നത് മാത്രമല്ല, ഒരു സാമൂഹിക ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നതിനും നമ്മുടെ ജനങ്ങളിലെ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനവും അവർക്ക് എന്തുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? അതാണ് പറയുന്നത്, ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് to act as a social physicians as well as to promote healthy living for the people. അതായത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേവലം ചികിത്സകൾ നൽകാൻ മാത്രമല്ല, ഓക്കെ, അവരൊരു സാമൂഹിക ഡോക്ടറായിട്ട് പ്രവർത്തിക്കും. സാമൂഹിക ഡോക്ടർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതായത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ സേവനങ്ങൾ കൊടുക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് അവര് വരണം. അല്ല, അവര് വെറുതെ ചികിത്സകൾ നൽകൽ മാത്രമല്ല, ഒരു സാമൂഹിക ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നതിനും അതുപോലെ പൊതുജനങ്ങൾക്കിടയിൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുത്തിരിക്കണം, ഡോക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകിയിരിക്കണം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ഷുഡ് പ്രൊവൈഡ് community oriented education. എന്താണ്, nursing personnel and other associated health personnel should provide community oriented education. അതുപോലെ നഴ്സുമാർക്കും മറ്റ് അനുബന്ധ മെഡിക്കൽ അനുബന്ധ ജീവനക്കാർക്കും അവർക്ക് സാമൂഹ്യ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയിരിക്കണം. എന്നാണ് പറയുന്നത്, നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത്, അതായത് നഴ്സുമാർക്കും അതുപോലെ മറ്റ് എന്താണ് ഹെൽത്ത് പേഴ്സൺ, മറ്റ് ആരോഗ്യ ജീവനക്കാർക്കും അവർക്ക് സാമൂഹ്യ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയിരിക്കണം. കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകിയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ സമൂഹത്തിനെയാണ് സേവിക്കുന്നത്, അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല സേവനങ്ങൾ കൊടുക്കാനുള്ളൊരു മനോഭാവം നഴ്സുമാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ ജീവനക്കാർക്കും നൽകിയിരിക്കണം. അതുപോലെ ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽ ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. അതുപോലെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് പുതിയ വിഭാഗത്തിൽപ്പെട്ട ആരോഗ്യ ജീവനക്കാർക്കും എന്ത് കൊടുക്കണം, പരിശീലനങ്ങൾ നൽകിയിരിക്കണം. കേട്ടോ, അതായത് ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, പുതിയ വിഭാഗത്തിൽപ്പെടുന്ന പുതിയ വിഭാഗത്തിൽപ്പെടുന്ന ആരോഗ്യ ജീവനക്കാർക്ക് നല്ലൊരു പരിശീലനങ്ങൾ കൊടുത്തിരിക്കണം. അതുപോലെ all the systems of medicine should be promoted to provide decent health care to people. അതുപോലെ നമ്മൾ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യ പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും പ്രൊമോട്ട് ചെയ്യണം. എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അലോപ്പതി ഉണ്ട്, ആയുർവേദി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ആളുകൾക്ക്, ജനങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അല്ലെ? അലോപ്പതിന് മാത്രമല്ല, എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻ, അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, എല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ്
വില്ലേജ് ലെവൽ ആണ് യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന വില്ലേജ് ലെവൽ. വില്ലേജ് ലെവൽ അതായത് ഒരു ഗ്രാമീണ തലത്തില് അല്ലെ ആരോഗ്യ പരിപാടികളില് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വില്ലേജ് ലെവലില് ആരോഗ്യ പരിപാടികളില് എന്ത് നമ്മൾ ഉപയോഗിക്കാം? പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിക്കുകയും ജനങ്ങളുടെ പങ്കാളിത്തം എന്താണ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ആ പറഞ്ഞതിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് അത് നമുക്കറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ അംഗനവാടികളിലൊക്കെ ചില എന്താ പറയാ ആരോഗ്യ പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ശരിയല്ലേ? അംഗനവാടികളിലൊക്കെ കുഞ്ഞുങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കൗമാര പ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടി ചെറിയ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ? ചിലപ്പോൾ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ ആരെങ്കിലും കൗൺസിലിംഗ് ക്ലാസ്സുകളായിക്കോട്ടെ മറ്റ് അല്ലെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അല്ലെ അപ്പൊ അതൊക്കെ എന്താണ്? ആരോഗ്യ പരിപാടികളാണ്. അത്തരം ആരോഗ്യ പരിപാടികളിൽ എന്താണ് പങ്കെടുക്കുന്ന പ്രാദേശിക വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാദേശിക വിഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗനവാടികൾ ഉപയോഗിക്കുന്നത് നമ്മുടെ അല്ലെ നമ്മുടെ പ്രദേശത്തുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളുകള് ഗവൺമെന്റ് സ്കൂളുകള് ഇപ്പൊ അല്ലെ സ്കൂളിന് അവധിയുള്ള ദിവസങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്യാമ്പ് കണ്ടക്ട് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സൗജന്യ നേത്ര പരിശോധനയോ അല്ലെങ്കിൽ പ്രമേഹ രോഗ ക്യാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാമ്പുകളൊക്കെ പൊതുവെ ചിലത് കണ്ടക്ട് ചെയ്യുമ്പോൾ 1 ഡേ ക്യാമ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സാധാരണ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ആയിരിക്കും അല്ലെ പഞ്ചായത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള ആരോഗ്യ പരിപാടികളില് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത്. അതിനുവേണ്ടി നമുക്ക് പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിക്കാം. പ്രാദേശിക വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകള് അംഗനവാടികൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? There should be provision for the staff development programs. കേട്ടോ, നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെ there should be provision for the staff development programs അല്ലെ. അതായത് നമ്മുടെ എന്താണ് ഉദ്ദേശിക്കുന്ന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. there should be provision for the staff development programs അല്ലെ. അതായത് നമ്മൾ ഈ പറയുന്ന ജീവനക്കാരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. ആരോഗ്യ മേഖലയിൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പുതിയ വിഭാഗത്തിൽ വരുന്ന മെഡിക്കൽ ജീവനക്കാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കാം, നല്ല രീതിയിലൊക്കെ പരിപാടികൾ കണ്ടക്ട് ചെയ്യാൻ അവർക്ക് വേണ്ട ട്രെയിനിങ് മറ്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്നുകൂടെ നമുക്കതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നമ്മൾ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ആരോഗ്യഭരണ തത്വങ്ങളാണ്. ഒന്നാമത് എന്താ നമ്മൾ പറഞ്ഞത്? ഒരു രാജ്യത്തിന് അനുയോജ്യമായതും അതുപോലെ അവർക്ക് പ്രാപ്യമായതുമായ വളരെ ശക്തമായ ഒരു ദേശീയ ആരോഗ്യ നയം ഉണ്ടായിരിക്കണം. ഒരു നാഷണൽ ഹെൽത്ത് പോളിസി ഉണ്ടായിരിക്കണം. നമ്മൾ രൂപീകരിക്കുന്ന ആരോഗ്യ നയങ്ങള് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ ഒരു ആരോഗ്യ ഭരണഘടനാ സംവിധാനം ഉണ്ടായിരിക്കണം. ഓക്കെ, സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. അതായത് നമ്മൾ രൂപീകരിക്കുന്ന ആരോഗ്യ നയങ്ങള് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ ഭരണഘടനാ സംവിധാനം ഉണ്ടായിരിക്കണം. അതുപോലെ there should be integration നമ്മൾ പറഞ്ഞു. അതായത് രോഗം വരാതിരിക്കുന്നതിനുള്ള സേവനങ്ങളും രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള സേവനങ്ങളും ഭരണനിർവഹണത്തിന്റെ എല്ലാ തലത്തിലും പരസ്പരം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങള് അല്ലെ മാർഗനിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കേന്ദ്രീകൃതമാക്കി കേന്ദ്രത്തിൽ നിന്നായിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷെ നമ്മളത് നടപ്പിലാക്കുന്നത് വികേന്ദ്രീകൃതമായിരിക്കണം. അതുപോലെ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന ആരോഗ്യ പരിപാടികള് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം അല്ലെ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ അല്ലെ നമ്മുടെ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലായിരിക്കണം. അതുപോലെ അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ, ആക്സസബിൾ ആകുന്നുണ്ടോ, സ്വീകാര്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം.
ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടും എന്ത് ചെയ്യണം? ഹെൽത്ത് കോൺഷ്യസ്നെസ് അല്ലെ, ജനങ്ങൾക്കിടയിൽ ആരോഗ്യ അവബോധം വളർത്തിയെടുക്കണം അല്ലെ. ഹെൽത്ത് കോൺഷ്യസ്നെസ് ദാറ്റ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ and by providing opportunities for participation of people in the health program. അല്ലെ, നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെയും ആരോഗ്യ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടും ജനങ്ങളില് എന്ത് വളർത്തിയെടുക്കണം? ആരോഗ്യ അവബോധം വളർത്തിയെടുക്കണം. പിന്നെ അടുത്ത പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേവലം ചികിത്സകൾ നൽകൽ മാത്രമല്ല, പിന്നെയോ ജനങ്ങളില് ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തമായ ഒരു പരിശീലനം കൊടുത്തിരിക്കണം. അതുപോലെ നഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും സാമൂഹ്യ അധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിയിരിക്കണം. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങൾക്കൊരു മികച്ച ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് പുതിയ വിഭാഗത്തിൽപ്പെടുന്ന ആരോഗ്യ ജീവനക്കാർക്ക് നല്ലൊരു പരിശീലനം കൊടുത്തിരിക്കണം. പിന്നെ നമ്മളുടെ ജനങ്ങളിൽ ഒരു മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസ്, അതായത് അലോപ്പതി, ആയുർവേദം, അലോപ്പതി, ആയുർവേദ, അതുപോലെ ഹോമിയോപ്പതി, അങ്ങനെ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും അവരെ പ്രൊമോട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? വില്ലേജ് ലെവൽ യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് ദ വില്ലേജ് ലെവൽ. കേട്ടോ, നമ്മുടെ ഗ്രാമീണ തലത്തില് എന്താണ് ആരോഗ്യ പരിപാടികളില് പ്രാദേശിക പങ്കാളിത്തം ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താം. പിന്നെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളും കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ്, നിങ്ങൾ എപ്പോഴും അതിന് ഒരുപാട് വാരി വലിച്ചു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത് നോക്കണ്ട. അത് ജസ്റ്റ് ആ പോയിന്റുകൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് പോകുക കേട്ടോ. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്കതൊരു ബർഡനായിട്ട് തോന്നരുത്. പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്ത് പറയാം കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കാം. ആദ്യത്തെ എന്താന്ന് നോക്കിയേ, ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ
എമംഗ് ഇതിപ്പോ നമ്മൾ പറഞ്ഞ ലക്ഷ്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. അപ്പൊ എന്താണ്? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. എന്താണ്? ടു പ്രൊമോട്ട് അവയർനെസ്. സ്ക്രീൻ ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. നമുക്ക് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും നമ്മൾ എന്ത് ചെയ്യാം? നല്ലൊരു ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയിട്ട് അവബോധം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു അവബോധം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക. ഓക്കെ, രണ്ടാമത്തത് ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അതുപോലെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന വിവിധ ഉദ്യോഗസ്ഥർക്കിടയിലും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു അവബോധം വളർത്തിയെടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് അണ്ടർലൈൻ ചെയ്യണം? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. അത് സിമ്പിൾ ആണ്, അത് അണ്ടർലൈൻ ചെയ്യാം. രണ്ടാമത്തത് എന്താണ്? ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത് നോക്കുക കേട്ടോ. അതായത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും നമ്മൾ എന്ത് ചെയ്യണം? ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയുള്ള ഒരു അവബോധം വളർത്തിയെടുക്കുക. അതുപോലെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് ഉൾപ്പെടുന്ന വിവിധ ഉദ്യോഗസ്ഥർക്കിടയിലും ഒരു ആരോഗ്യ അവബോധം വളർത്തിയെടുക്കുക. പിന്നെ മൂന്നാമത്തെ എന്താണ്? ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് and to make better the efficiency of a healthcare delivery systems. അതോടൊപ്പം തന്നെ നമ്മള് ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് റിസർച്ചുകള് ഗവേഷണങ്ങള് പ്രോത്സാഹിപ്പിക്കുക. ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് to make better the efficiency of a healthcare delivery system. നമ്മുടെ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. നല്ല നല്ല ഗവേഷണങ്ങൾ കൊടുക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളെ കുറേയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ to encourage the development of high quality hospital services and അങ്ങനെ അത് മാത്രം നിങ്ങൾ ഈ മൂന്നാമത്തേൽ ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അത് മാത്രം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നമുക്ക് വലിയ പാരഗ്രാഫ് ആയിട്ടൊന്നും പഠിക്കില്ല, പോയിന്റ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യണ്ടേ. ടു എൻകറേജ് റിസർച്ച് കണ്ടോ, ടു എൻകറേജ് ദ റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ. അപ്പൊ ഇതൊരു പോയിന്റ് ആണ്. അടുത്തത് എന്താണ്? to encourage the development of high quality hospital services and community health care. അത് മൊത്തത്തിൽ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് ഉയർന്ന ഗുണനിലവാരമുള്ള ആശുപത്രി സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി എൻകറേജ് ചെയ്യുക. ഓക്കെ, ടു എൻകറേജ് the development of high quality hospital services and community health care. അതായത് ഉയർന്ന ഗുണനിലവാരമുള്ള ആശുപത്രി സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക്? പോയിന്റുകൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. അടുത്തത് നോക്കിയേ, അടുത്ത പോയിന്റ് ഇതാണ്. ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. അത് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. അത് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി. To encourage a meeting for to exchange ideas and information among the health and hospital planners, academicians, administrators, different statutory bodies, and the public for the improvement of hospital and health care delivery systems. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാഡമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർമാര്, അതുപോലെ തന്നെ വിവിധ
നിയമപരമായിട്ടുള്ള ബോഡികൾ, പൊതുജനങ്ങൾ, ഓക്കെ, എന്നിവർക്കിടയിൽ നമ്മളുടെ ഈ ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടേതായ ആശയങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും അവർക്ക് പങ്കുവെക്കുന്നതിനുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുക. പറഞ്ഞ് മനസ്സിലായോ? അതായത് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാഡമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർമാര്, അതുപോലെ വിവിധ നിയമ ബോഡികള്, പൊതുജനങ്ങള്, അവർക്ക് ആരോഗ്യ പരിചരണ സംവിധാനങ്ങള് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായ ആശയങ്ങളും വിവരങ്ങളും പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ചർച്ചകള് സംഘടിപ്പിക്കുക. അതാണ് ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. To encourage a meeting for to exchange the ideas and the information. Okay, clear ആയോ? Okay ആണോ? അടുത്ത എന്താണെന്ന് വെച്ചാൽ to evolve norms and standards for accreditation of the health care organization. എന്താണ് അത് അണ്ടർലൈൻ ചെയ്യാം. ആ ഒരു സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. To evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institutions to increase the quality of healthcare in the community. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ പോലെയുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്തുന്നതിനും അവർക്ക് ഔദ്യോഗികമായിട്ട് അക്രഡിറ്റേഷൻ അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും അത് ഡെവലപ്പ് ചെയ്യുകയും അത് കൂടാതെ അതിലൂടെ എന്താണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. ക്ലിയറായോ പറഞ്ഞത്? ഓക്കെ, അതായത് നമ്മുടെ ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, അതിനെ കൃത്യമായിട്ട് വിലയിരുത്തുന്നതിനും ഔദ്യോഗികമായിട്ട് അംഗീകാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും വികസിപ്പിക്കുക. അതിലൂടെ എന്താണ് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള ഒരു ആരോഗ്യ പരിചരണം ലഭ്യമാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് to provide opportunities for training and research in all sides of the hospital services, healthcare delivery system and healthcare administration. To provide opportunities for training and research in all sides of hospital services, healthcare delivery system and healthcare. അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ സേവനങ്ങളില് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ പറയുന്ന പരിശീലനത്തിനും ഗവേഷണത്തിനുമുള്ള അവസരങ്ങൾ. അപ്പൊ നിങ്ങൾ അത് മാത്രം മാർക്ക് ചെയ്യാം. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അത് മാത്രമാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് കേട്ടോ. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ സർവീസ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻസ്, അങ്ങനെ എല്ലാ മേഖലകളിലും നമ്മൾ എന്താണ് പരിശീലനത്തിനും ഗവേഷണത്തിനുമുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനോട് കണക്ട് ചെയ്തിട്ടാണ് അടുത്ത പോയിന്റ് വരുന്നത്. ടു റിനോവേറ്റ് the knowledge and skill of the health and hospital administrators and other personnel included in the management of healthcare organization by the way of continuous education and research. അതായത് ഒരു നിരന്തരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ തന്നെ ഗവേഷണത്തിലൂടെയും അല്ലെ, നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാര് അതുപോലെ മറ്റനുബന്ധ മെഡിക്കൽ ജീവനക്കാരുടെ അവരുടെ കഴിവുകള്, അവരുടെ സ്കില്ലുകള് അത് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലെ? ഈ പോയിന്റുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടാവും അല്ലെ? ഓക്കെ, പക്ഷെ അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാതെ നിവർത്തിയില്ല. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർക്കുക. ടു റിനോവേറ്റ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അത് മാത്രം നോട്ട് ചെയ്യുക കേട്ടോ. അതായത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ മറ്റ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ ജീവനക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ തുടർച്ചയായ വിദ്യാഭ്യാസത്തിലൂടെ ഗവേഷണത്തിലൂടെ അവരുടെ സ്കില്ല്, അവരുടെ കഴിവുകള്, അതുപോലെ അവരുടെ നോളജ് അതെന്ത് ചെയ്യാം, നിരന്തരം മെച്ചപ്പെടുത്തുക. അടുത്ത പോയിന്റ് ഇതാണ്. ടു എൻകറേജ് ആൻഡ് ഗ്രാന്റ് recognition to research in the fields of health and hospital management and to accord awards, scholarship and assistance in other suitable forms to deserving individuals and institutions. അതായത് to encourage and grant recognition to research in the fields of health and hospital management
and to accord awards, scholarship and assistance in other suitable forms to deserving individuals and institutions. കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഈ പറയുന്ന നമ്മൾ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാം, അതിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുക്കാം കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് റെക്കഗ്നീഷൻ ടു റിസർച്ച് കേട്ടോ. ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് റെക്കഗ്നീഷൻ ടു റിസർച്ച്. നമ്മൾ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് ഈ പറയുന്ന ഗവേഷണങ്ങള് പ്രോത്സാഹിപ്പിക്കുകയും അതിന് എന്ത് കൊടുക്കുക, നമ്മള് അംഗീകാരം കൊടുക്കുക അല്ലെ. അംഗീകാരം കൊടുക്കുക മാത്രമല്ല, ആ ഒരു മേഖലയില് അല്ലെ, ആ ഒരു മേഖലയില് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംഭാവനകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക്, അതുപോലെ സ്ഥാപനങ്ങൾക്ക് അവാർഡുകള്, സ്കോളർഷിപ്പുകള്, മറ്റുള്ള പിന്തുണയും എല്ലാം തന്നെ നൽകുക. ഓക്കെ, ടു അക്കോർഡ് അവാർഡ്സ്, സ്കോളർഷിപ്പ് ആൻഡ് അസിസ്റ്റൻസ് അല്ലെ, മനസ്സിലായോ? അതായത് നമ്മൾ ഈ പറയുന്ന ആ ഒരു മേഖലയില് പ്രത്യേകമായിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവാം, അവർക്ക് എന്ത് കൊടുക്കാം, അവാർഡുകള്, സ്കോളർഷിപ്പുകള്, മറ്റ് പിന്തുണയെല്ലാം തന്നെ നൽകുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് to function as advisory or consultative body in the best interest of community and country to the central and state governments and public sector undertakings, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization when need so emerges or services are demanded for. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ടു ഫംഗ്ഷൻ ആസ് അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി, ഇതാണ് അണ്ടർലൈൻ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ടു ഫംഗ്ഷൻ ആസ് ദ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി. ഓക്കെ, എന്താണ് പറയുന്നത്, നമ്മുടെ രാജ്യത്തിന്റെയും അതുപോലെ നമ്മുടെ സമൂഹത്തിന്റെയും നന്മയെ മുൻനിർത്തിക്കൊണ്ട്, നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും നന്മയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകള്, പൊതുമേഖലാ സ്ഥാപനങ്ങള്, ആരോഗ്യ പരിചരണ, മറ്റ് ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, ഓക്കെ, അവർക്കൊക്കെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കാം. അത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ എന്ത് മാത്രം നോട്ട് ചെയ്താൽ മതി, ടു ഫംഗ്ഷൻ ആസ് ആൻ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി. മനസ്സിലായോ? അതായത് ഒരു ഉപദേശക സമിതിയായിട്ട് അല്ലെ, ആർക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, നമ്മുടെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെയും നന്മയെ മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, മറ്റ് ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷന് എന്നിവയ്ക്കെല്ലാം തന്നെ എന്താണ്, ഒരു ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഉപദേശക സമിതിയായിട്ട്, ഒരു അഡ്വൈസറി അഥവാ ഒരു കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. അടുത്തതാണ് to help to prepare SOPs, manuals, literature and books on health care management, quality and accreditation, healthcare technology, healthcare industry related subjects, textbooks for health management courses for the benefits of the students and faculty, hospital and healthcare organizations and academic institutions. നിങ്ങൾ എന്താണ് നോട്ട് ചെയ്യേണ്ടത്, to help to prepare SOPs, manuals, literature and books on healthcare management, quality and accreditation, healthcare technology. അതായത് പഠന സാമഗ്രികള് തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്താണ്, പഠന സാമഗ്രികള് തയ്യാറാക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന എന്താണ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, അങ്ങനെ ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളില് SOPs, മാനുവൽസ്, ലിറ്ററേച്ചറുകള്, ബുക്കുകള് എന്നിവയെല്ലാം തന്നെ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. എന്നിട്ടോ ടെക്സ്റ്റ് ബുക്സ് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ബെനിഫിറ്റ്സ് ഓഫ്, അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, സ്റ്റുഡൻസ്, അതുപോലെ ഫാക്കൽറ്റി മീൻസ് അധ്യാപകര്, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നിവർക്ക് ആവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങള്, അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റു പഠന സാമഗ്രികൾ തയ്യാറാക്കുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണത്? പ്രത്യേകിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആരോഗ്യ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ മാനേജ്മെന്റ്,
അതുപോലെ ക്വാളിറ്റി അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി അല്ലെ, ഇങ്ങനെയുള്ള ആ ഒരു ആരോഗ്യ സംരക്ഷണ വിഷയങ്ങളില് നമ്മൾ ഈ പറയുന്ന SOPs, മാനുവൽസ്, ലിറ്ററേച്ചർ, മറ്റു ബുക്സുകൾ ഇതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ്, അധ്യാപകര്, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും മറ്റും പഠന സാമഗ്രികളെല്ലാം തന്നെ തയ്യാറാവും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? അടുത്തത് എന്താണ്? ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, health technology assessment, medical tourism, disaster management, health care delivery organization, public health facilities and services for overall improvement of the facilities. That is to tackle professional consultancy. In the adana avada ningal note cheyna point adana to tackle professional consultancy. Okay, to tackle professional consultancy in the field of health system management. That is professional consultancy സേവനങ്ങൾ കൊടുക്കുക. Okay, to tackle professional consultancy services, professional consultancy സേവനങ്ങൾ കൊടുക്കുക എന്ന് കേട്ടോ. പ്രത്യേകിച്ച് in the field of health system management, അതുപോലെ ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, അങ്ങനെ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധ പ്രൊഫഷണൽ കൺസൾട്ടൻസി സേവനങ്ങളും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊഫഷണൽ കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുക. അടുത്ത പോയിന്റ് ഇതാണ്. To conduct inter-hospital or institution awards, competition or different parameters to bring competitiveness for enhancing the healthcare quality and training. That is, to conduct inter-hospital or institution awards competition or different parameters to bring competitiveness for enhancing healthcare quality and training. അതായത് ഇവിടെ പറയുന്ന ആശയം ഇത്രയേ ഉള്ളൂ. നമ്മള് ഈ പറയുന്ന ആരോഗ്യ മേഖല അല്ലെ, അത് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട്, ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിവിധ ഹോസ്പിറ്റലുകൾക്ക് അല്ലെ, വിവിധ ഹോസ്പിറ്റലുകൾക്ക് ഇടയിൽ എന്ത് ചെയ്യുക? നമ്മൾ കോമ്പറ്റീഷൻസുകൾ സംഘടിപ്പിക്കുക അല്ലെ. അത് ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് കോമ്പറ്റീഷൻ on the different parameters to bring competitiveness for enhancing health care quality and training. കേട്ടോ, അതായത് നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ഒരു ക്വാളിറ്റി, അതുപോലെ ഹെൽത്ത് കെയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ആശുപത്രികൾക്കിടയിൽ അല്ലെ, ആശുപത്രികൾക്കിടയിൽ നല്ലൊരു മത്സരം കൊണ്ടുവരാം. മത്സരം എന്ന് വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരികയും അതുപോലെ അവാർഡുകൾ മറ്റും നൽകുകയും ചെയ്യാം. അപ്പൊ എന്തുണ്ടാവും? അത് ഞാൻ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അല്ലാണ്ട് ഒരു മത്സരബുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്താണ്, പരസ്പരം ഒരു മഴക്കിനിടവരുത്തുന്ന രീതിയിലല്ല, ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് അല്ലെ. ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി നമുക്ക് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ സാധിക്കും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് ടു റിയലൈസ്. അപ്പൊ ഇത് നോക്കാട്ടോ. ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് competition on different parameters. Clear ആയല്ലോ? To conduct inter-hospital or institution awards competition on different parameters. Okay. Next വരുന്നത് എന്താണ്? To realize and make the facility to the individuals who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. ഇതാണ് പറയുന്നത്. To realize and make a facility to the individuals who have made extraordinary and significant contribution. നമ്മൾ പറഞ്ഞ പോലെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പൊതുവായ രംഗത്ത് അല്ലെ, അതില് ഏറ്റവും നല്ല നല്ല സേവനങ്ങൾ, നല്ല നല്ല സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തികളെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ നമ്മൾ ആദരിക്കുക അല്ലെ. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ആദരിക്കുക. അതാണ് ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി to the individuals who have made extraordinary
and significant contributions in the field of health and hospital management in general and to the academy in particular. അതായത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് അതിന്റെ പൊതുവായ രംഗത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന അക്കാഡമിക്കിനെ ആയിട്ടാണെങ്കിലും ഏറ്റവും നല്ല സേവനങ്ങൾ, ഏറ്റവും നല്ല നല്ല സംഭാവനകൾ ചെയ്തിട്ടുള്ള വ്യക്തികളെ ആദരിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? കുറച്ച് ബോറിംഗ് ആണ്. ഓക്കെ, നമ്മൾ എന്താണ് പഠിച്ചത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സുകളാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാണ്. ഒന്ന്, നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം വളർത്തിയെടുക്കുക. അതുപോലെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ വിവിധ മേഖലകളിൽ വരുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റി അവബോധം വളർത്തിയെടുക്കുക. അതുപോലെ ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ ആ ഒരു എഫിഷ്യൻസി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിസർച്ചുകൾ എൻകറേജ് ചെയ്യുക, അല്ലെ? ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് കമ്മ്യൂണിറ്റി. അതുപോലെ ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള ആശുപത്രി സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ടണൽസ്, അക്കാഡമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മറ്റ് നിയമപരമായിട്ടുള്ള ബോഡികൾ, പൊതുജനങ്ങൾ, അല്ലെ? ഓക്കെ, എന്നിവരുടെ എന്താണ് ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുമായിട്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആശയങ്ങൾ, അല്ലെ, അവരുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് ചർച്ചകൾ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഹോസ്പിറ്റൽ പോലെയുള്ള ആരോഗ്യ പരിചരണ സംവിധാനങ്ങളുടെ ആ ഒരു എന്താണ് അക്രഡിറ്റേഷൻ നൽകാനായിട്ടുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ വികസിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള പോയിന്റുകളാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ക്ലിയർ ആണോ? നിങ്ങളൊന്ന് വായിച്ചിട്ട് ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇപ്പം പറയാം കേട്ടോ. എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു.